ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു FTT സ്കോളേഴ്സ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ കേരള സ്റ്റേറ്റ് സിലബസിലെ മാത്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ സ്ക്വയേഴ്സ് എന്ന ചാപ്റ്ററാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് പ്രോബ്ലത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫസ്റ്റ് നമുക്ക് 11 സ്ക്വയർ, എങ്ങനെയാണ് 11 സ്ക്വയർ കണ്ടുപിടിക്കുക, അതിൻ്റെ ആൻസർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കറിയാലോ 11 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 ഇൻറ്റു 11 എന്നാണ്. നമുക്കറിയാം. ഇപ്പോൾ 11 ഇൻറ്റു 11 ചെയ്ത് കഴിഞ്ഞാൽ 121 കിട്ടുമെന്ന് നമുക്കറിയാം. പക്ഷെ ആ രീതിക്കല്ല നമ്മളെ ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആ രീതിക്കല്ല നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ, ഈ 11നെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. എങ്ങനെയാണ് 11 സ്ക്വയറിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക? 11 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 ഇൻറ്റു 11 ആണ്. ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ 11നെ നമുക്ക് 10 പ്ലസ് 1 എന്ന് എഴുതിക്കൂടെ? അതേപോലെ ഈ 11നെ നമുക്ക് ഇൻറ്റു 10 പ്ലസ് 1 എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇപ്പോൾ ഇത് സെയിം ആണ്. നമ്മൾ മനസ്സിലായില്ലേ? ഈ 11 ഇൻറ്റു 11 എന്നുള്ളതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് 11നെ 10 പ്ലസ് 1 ഇൻറ്റു വീണ്ടും 11 മറ്റേ അടുത്ത 11നെ 10 പ്ലസ് 1 എന്ന് എഴുതി. അങ്ങനെ 10 പ്ലസ് 1 ഇൻറ്റു 10 പ്ലസ് 1 എന്ന് എഴുതി. ഇനി നമ്മൾ എങ്ങനെ ഇത് ചെയ്യാം? ഇനി നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത പോലെ ആണ് ചെയ്യാൻ പോകുന്നത്. ഒരു ബോക്സ് വരയ്ക്കണം ആദ്യം. ഞാനൊരു ബോക്സ് തൽക്കാലത്തേക്ക് വരയ്ക്കുകയാണ്. ബോക്സ് പോലെ തോന്നിയാൽ ഭാഗ്യം. ഓക്കെ, ഇതേപോലെ ഒരു ബോക്സ് വരയ്ക്കുക. അടുത്ത് തന്നെ വേറൊരു ചെറിയ ബോക്സും വരയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഇനി ഇതിനെ? ഇവിടെ ഈ 10 പ്ലസ് 1 ഉണ്ടല്ലോ, അത് ഇവിടെ 10ഉം 1ഉം ആക്കിയിട്ട് എഴുതുക. അതിനുശേഷം ഇപ്പുറത്തും 10ഉം 1ഉം ഉണ്ട്, അത് ഈ സൈഡിൽ 10ഉം 1ഉം ആക്കിയിട്ട് എഴുതുക. മനസ്സിലായില്ലേ? ഈ 10 പ്ലസ് 1 ഇൻറ്റു 10 പ്ലസ് 1 ഇൻറ്റു 10 പ്ലസ് 1നെ ഇപ്പുറത്ത് 10 1 10 1 എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം? ഈ 10ഉം മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ എഴുതുക. 100, 10 ഇൻറ്റു 10 100. ഈ 10ഉം മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ എഴുതി 100. ഇനി ഈ 10ഉം ഈ 1ഉം മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ എഴുതുക. 10 ഇൻറ്റു 1 എത്ര? 10. ഇനി അതേപോലെ ഈ 1ഉം ഈ 10ഉം മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ എഴുതണം. അതായത് 1 ഇൻറ്റു 10 10. അതേപോലെ ഈ 1ഉം ഈ 1ഉം മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ എഴുതണം. 1 ഇൻറ്റു 1 1. ഓക്കെ, അങ്ങനെ എഴുതിയില്ലേ? ഇപ്പോൾ നമുക്ക് ഏകദേശം ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഇനി നമ്മളിത് എന്ത് ചെയ്യണമെന്നറിയോ? ഈ 100ഉം ഈ 10ഉം ആഡ് ചെയ്തിട്ട് ഇവിടെ എഴുതണം. 110. ഓക്കെ, ഈ 10ഉം ഈ 1ഉം ആഡ് ചെയ്തിട്ട് ഇവിടെ എഴുതണം. അപ്പോൾ 11 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഈ 110ഉം ഈ 11ഉം ആഡ് ചെയ്തിട്ട് എന്താണ് നമുക്ക് കിട്ടുക? 121. ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. നമ്മളിപ്പോൾ ഒരു പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെയാണ് 11 സ്ക്വയർ നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ, 11 സ്ക്വയർ എന്താണെന്ന് കണ്ടുപിടിച്ച് ഈ ഒരു സ്റ്റെപ്പ്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ 12 സ്ക്വയർ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, അടുത്ത പ്രോബ്ലം ആയിട്ട് ചെയ്യാം. 12 സ്ക്വയർ എന്താ? 12 ഇൻറ്റു 12. ഓക്കെ, നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 12 ഇൻറ്റു 12 എന്ന് എഴുതിയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കണ്ടുപിടിക്കും. പക്ഷെ അങ്ങനെയല്ല നമ്മൾ കണ്ടുപിടിക്കണം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്താണോ പഠിപ്പിച്ചത് അതേപോലെ തന്നെ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഇതിൽ കൂടെ 12ന് ഈ 12ന് സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെ എഴുതുക? 10 പ്ലസ് 2 എന്ന് എഴുതി കൂടെ. ഓക്കെ, അതേപോലെ ഈ 12നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എങ്ങനെ എഴുതാം? 10 പ്ലസ് 2. ഇത് രണ്ടും സെയിം തന്നെയല്ലേ? 10 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ എന്താ? 12. അപ്പോൾ 12 10 പ്ലസ് 2 ഇൻറ്റു 10 പ്ലസ് 2 കിട്ടിയില്ലേ? ഇനി അടുത്ത എന്താ? നമ്മളൊരു ബോക്സ് വരയ്ക്കണം. ഓക്കെ, ഒരു ബോക്സ് വരയ്ക്കുക. പുറത്തൊരു ചെറിയ ബോക്സും വരയ്ക്കുക. ഓക്കെ, ഏകദേശം ബോക്സ് ആണെന്ന് വിചാരിക്കുക. ബോക്സ് പോലെ തോന്നണം എന്നില്ല കേട്ടോ. ഇനി നമുക്ക് ഈ 10 പ്ലസ് 2നെയും ഇപ്പുറത്തുള്ള 10 പ്ലസ് 2നെയും ഇവിടെ എഴുതാം. ഇവിടെ 10 പ്ലസ് 2, ഇവിടെ ഒരു 10 2. ഓക്കെ, എഴുതിയില്ലേ? ഇനി ഈ 10ഉം മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതാം. 10 ഇൻറ്റു 10 100. ഇനി ഈ 10ഉം ഈ 2ഉം മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടും? 20. ഇനി ഈ 2ഉം ഈ 10ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 20 ഇവിടെ കിട്ടും. പിന്നെ ഈ 2ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 4 ഇവിടെ കിട്ടും. ഇനി ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് എഴുതുക.
100 പ്ലസ് 20 എത്ര 120 എന്ന് വരും. ഇവിടെ 20 പ്ലസ് 4 എത്ര 24 എന്ന് വരും. ഓക്കെ, ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് എത്ര കിട്ടും 144 എന്ന് കിട്ടും. ഇതാണ് ആൻസർ. ഇത്രേ ഉള്ളൂ, കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ അടുത്തത് ഇപ്പം ഏകദേശം ആ ഫസ്റ്റ് ഈ ഒരു മോഡൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഈ മോഡലിൻ്റെ ആവശ്യം ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത് നിങ്ങൾ ഒരു 13 സ്ക്വയർ എന്താണ്, ഓക്കെ 13 സ്ക്വയർ എന്താണ് അത് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുക. അതേപോലെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് 14 സ്ക്വയർ എന്താണ് അതും ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് വേറൊരു മെത്തേഡ് വെച്ചിട്ട് ഇത് ചെയ്യണം നമുക്ക് നോക്കാം. ഓക്കെ, വേറെ മെത്തേഡ് വെച്ച് ചെയ്യണം. നമ്മൾ 14 വെച്ചിട്ട് ചെയ്യാൻ പോകണം. ഓക്കെ, 14 സ്ക്വയർ. ഇവിടെ ഒരു കാര്യം ഓർക്കുന്നുണ്ട്. ഇവിടെ നമ്മളൊരു ഫോർമുല ഉണ്ട്, അത് നമ്മൾക്ക് എപ്പോഴും ഓർമ്മ ഉണ്ടായിരിക്കണം. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇത് നിങ്ങൾ പഠിച്ച ഫോർമുല തന്നെയാണ്, ഞാൻ ജസ്റ്റ് ഓർക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. ഇത് നമ്മൾ ഇനി വരുന്ന സ്റ്റെപ്പുകളിൽ നമ്മൾ ഈ ഫോർമുല യൂസ് ചെയ്യും, അതുകൊണ്ട് പറഞ്ഞാണ്. അപ്പോൾ നമ്മൾ ഇനി 14 സ്ക്വയറിൻ്റെ ഇത് കാണാൻ പോവാണ്. ഇനി എങ്ങനെ 14 സ്ക്വയർ, അത് ആദ്യത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. 14നെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. 14 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ 14 ഇൻറ്റു 14 അല്ലേ. ഈ 14നെ നമുക്ക് എങ്ങനെ എഴുതാം 10 പ്ലസ് 4 എന്ന് എഴുതിക്കൂടെ. 10 പ്ലസ് 4 സ്ക്വയർ. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകണം. ഓക്കെ, എ സ്ക്വയർ എന്താ 10 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 10 ഇൻറ്റു 4. ഇതറിയില്ലേ 2 ഇൻറ്റു 10 ഇൻറ്റു 4. അപ്പോൾ ഇവിടെ എ സ്ക്വയർ പ്ലസ് 2ab എന്ന് പറയുന്നത് 2 ഇൻറ്റു എ ഇൻറ്റു ബി, അതാണ് നമ്മളിവിടെ ചെയ്തത്. ഓക്കെ, ഇനി പ്ലസ് 4 സ്ക്വയർ, അതായത് ഈ ബി സ്ക്വയർ ഉണ്ട് ലാസ്റ്റത്തെ ഫോർമുല അല്ലേ ബി സ്ക്വയർ. ആ ബി സ്ക്വയർ എന്താ ഇവിടെ 4 ആണ്, അപ്പോൾ 4 സ്ക്വയർ. ഓക്കെ, ഇതിൻ്റെ വാല്യൂ എത്രയാണ് 10 സ്ക്വയർ എന്താണ് 100 പ്ലസ് 2 ഇൻറ്റു 10 എത്ര 2 ഇൻറ്റു 10 എത്ര 20. 20 ഇൻറ്റു 4 എത്ര 20, 4 തവണ എത്ര 80. ഓക്കെ, പ്ലസ് 4 സ്ക്വയർ എത്ര 16. ഇനി നമ്മളിതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 100 8 പ്ലസ് 80 196 വരും. ഓക്കെ, ഇതാണ് അടുത്ത മെത്തേഡ്, സ്ക്വയർ കാണാനുള്ള അടുത്ത ഒരു മെത്തേഡ്. ഇനി നമുക്ക് അടുത്ത 15ൻ്റെ കൂടെ ചെയ്ത് നോക്കാം. ഓക്കെ, അധികമൊന്നും ചെയ്യണില്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചിലത് ചെറുത് മാത്രമേ വാല്യൂസ് വെച്ച് നമ്മൾ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അടുത്ത് 15 സ്ക്വയർ ആണ് നമ്മൾ ചെയ്യണം. 15 സ്ക്വയറിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം 15നെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. 15 എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം 15 എന്നുള്ളതിനെ 10 പ്ലസ് 5 എന്ന് എഴുതണം. ഓക്കെ, എന്നിട്ട് സ്ക്വയർ ഇട്ട് കൊടുക്കാം. മനസ്സിലായില്ലേ? ഇത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഇനി എന്ത് ചെയ്യണം, ഇതിനെ നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർമുല ഓർമ്മയല്ലേ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ആ ഫോർമുല എങ്ങനെ 10, ഈ 10നെ 10 സ്ക്വയർ എന്ന് കൊടുത്തു പ്ലസ് 2ab എന്നല്ലേ, അപ്പോൾ 2 ഇൻറ്റു 10 ഇൻറ്റു 5. ഓക്കെ, 2 ഇൻറ്റു 10 ഇൻറ്റു 5. ലാസ്റ്റ് എന്താ ബി സ്ക്വയർ എന്താ 5 സ്ക്വയർ. അപ്പോൾ നമ്മൾ എന്ത് എഴുതി 5 സ്ക്വയർ എന്ന് എഴുതി. അപ്പോൾ എന്തായി 10 സ്ക്വയർ എന്താ 100 പ്ലസ് 2 ഇൻറ്റു 10 എത്ര 20 ഇൻറ്റു 5 എത്ര 20 ഇൻറ്റു 5 അതും 100 തന്നെ. ഓക്കെ, പിന്നെ പ്ലസ് എന്താ 5 സ്ക്വയർ 25. ഓക്കെ, ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് എത്ര കിട്ടും 225 എന്ന് ആൻസർ കിട്ടും. അങ്ങനെ ഈ പ്രോബ്ലം ചെയ്തു കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഏത് നമ്പറാണോ നമുക്ക് തന്നത്, ഇവിടെ 15 തന്നിട്ടുണ്ട്, 15 സ്ക്വയറിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക 10 പ്ലസ് 5 സ്ക്വയർ. എന്നിട്ട് നമ്മൾ നേരത്തെ പഠിച്ച ആ ഫോർമുല, മുമ്പ് പഠിച്ച ഫോർമുലയാണ്, മുമ്പ് ക്ലാസ്സുകളിൽ പഠിച്ചതായിരിക്കും. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നുള്ള ഈ ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്യുക. അതാണ് നമ്മൾ ചെയ്തത്. എ സ്ക്വയർ 10 സ്ക്വയർ, ഈ 10 എടുത്തിട്ട് 10 സ്ക്വയർ 2ab 2 ഇൻറ്റു 10 ഇൻറ്റു 5 2 ഇൻറ്റു 10 ഇൻറ്റു 5 ബി സ്ക്വയർ 5 സ്ക്വയർ. ഓക്കെ, ഇത്രേ ഉള്ളൂ സംഭവം.
ഇത്ര ഈസിയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. അത് എളുപ്പമുള്ള തന്നെയാണ്. ഒരു 21 നമുക്ക് ചെയ്ത് നോക്കാം. 21 നിങ്ങൾ ഇനി ഇതിൻ്റെ ബാക്കിയുള്ളതൊക്കെ ചെയ്ത് നോക്കണേ. ബാക്കിയുള്ള മീൻസ് 16 സ്ക്വയർ ചെയ്ത് നോക്കണം, 17 സ്ക്വയർ ചെയ്ത് നോക്കണം, 18 സ്ക്വയർ ചെയ്ത് നോക്കണം, ഒക്കെ ചെയ്ത് നോക്കണം. മാക്സിമം ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് എളുപ്പമായി മാറും. മാത്സിൻ്റെ ഒരു പ്രത്യേകത, നമ്മളത് ചെയ്ത് തന്നെ പഠിക്കണം, ചെയ്താലേ നമുക്കിത് ആവുള്ളൂ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 21 സ്ക്വയർ. 21 സ്ക്വയർ എങ്ങനെ എഴുതുക? എങ്ങനെ 21നെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക? 20 + 1, 21 + 1, 20 + 1 ദ ഹോൾ സ്ക്വയർ എഴുതി. അതിന് ശേഷം എന്ത് ചെയ്യണം? നമ്മളെ ഫോർമുല, ഈ ഫോർമുല a + b ദ ഹോൾ സ്ക്വയർ 20 സ്ക്വയർ, പിന്നെന്താ +2 × 20 × 1, 2ab എന്നുള്ളതിന് 2 × 20 × 1 അത് എഴുതി. +1 എഴുതി, പ്ലസ് പിന്നെ 1 സ്ക്വയർ, b സ്ക്വയറിന് പകരം ഇവിടെയുള്ള 1 സ്ക്വയർ കിട്ടിയില്ലേ? ഇത്രേ ഉള്ളൂ. ഇനി അത് എത്ര? 20 സ്ക്വയർ എത്ര? 400. 20 സ്ക്വയറിന് 20 × 20 എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ? പെട്ടെന്ന് 2 × 2 ചെയ്യുക, എന്നിട്ട് 4 ആണ്. 2 × 2 4 ആണ്. പിന്നെ ഇവിടെ എന്താ 20 × 20 ഇല്ല, അപ്പോൾ 2 zeros ഉണ്ടാവില്ലേ? ഞാൻ കാണിച്ചു തരാം. സോറി, സിസ്റ്റം ടാബ് എന്തോ ഹാങ് ആയതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ അങ്ങനെ 20 സ്ക്വയറിന് അങ്ങനെ പെട്ടെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക 20 × 20 എന്നല്ലേ? ആദ്യം 2 × 2 മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ എത്ര കിട്ടി? 4 എന്ന് കിട്ടി. പിന്നെ ഈ 2 zeros അല്ല, ഈ 2 zeros ഇട്ടെടുത്ത് എത്ര ആയി? 400. ഇത്രേ ഉള്ളൂ. ഇപ്പോൾ 30 × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഫസ്റ്റ് 2ഉം 3ഉം മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 3 എത്ര? 6. പിന്നെ ഈ 0 കൊണ്ട് ഇട്ട് കൊടുക്കുക, 60. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്, ഇതിൽ പെട്ടതല്ല. ഇനി അടുത്ത എന്താ? 2 × 20 × 1, 2 × 20 എത്ര? 40 പ്ലസ് ഇവിടെ ഈ 1 സ്ക്വയർ 1, ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് എത്ര കിട്ടും? 441 എന്ന ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ കാര്യം. ഇനി നമുക്ക് ഡെസിമൽ വന്നാൽ എങ്ങനെ ചെയ്യാം നോക്കാം. ഓക്കെ, ഡെസിമൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 3.7 സ്ക്വയർ എന്ന് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാം എന്നല്ല നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മുമ്പത്തെ പ്രോബ്ലത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്ത്? നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഇവിടെയും സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക തന്നെ. 3 + 0.7 ദ ഹോൾ സ്ക്വയർ. 3.7 എന്താ? 3 + 0.7 ആണ് 3.7 എന്ന് പറയുന്നത്. അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയതാണത്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഇനി ഇതിനെ നമ്മളെ a + b മറ്റേ ഫോർമുല ഇല്ലേ? a + b ദ ഹോൾ സ്ക്വയർ = a² + 2ab + b സ്ക്വയർ. ആ ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്യുക, അത്രേ ഉള്ളൂ. 3 സ്ക്വയർ, ഫസ്റ്റ് 3 സ്ക്വയർ എന്ന് വന്നു. സോറി, ഞാൻ ക്യൂബ് എന്ന് എഴുതിപ്പോയി. സ്ക്വയർ, 3 സ്ക്വയർ. പിന്നെന്താ? 2ab എന്നല്ലേ? 2 × 3 × 0.7. പിന്നെന്താ? 0.7 സ്ക്വയർ, 0.7 സ്ക്വയർ. അത്രേ ഉള്ളൂ. ഇനി എന്ത് ചെയ്താൽ ഇവിടെ 3 × 3 എത്ര? 9 പ്ലസ് ഇവിടെ 2 × 3, 2 × 3 6, 6 × 0.7 എത്ര? 42 എന്ന് വരും. എന്നിട്ട് ഒരു ഡെസിമലിൻ്റെ ആ പോയിന്റും ഇവിടെ ഇട്ട് കൊടുക്കുക. അതെങ്ങനെയാണ് ചെയ്ത് മനസ്സിലായില്ലേ? പറഞ്ഞുതരാം. ഇവിടെ 2 × 3 എന്നുള്ളത് അത് 6, 6 × 0.7 പിന്നെ മൾട്ടിപ്ലൈ ചെയ്യാനുള്ളത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം? ഈ 7 × 6 ചെയ്യുക. 7 × 6 എത്ര? 42 എന്നാണ്. പിന്നെ ഈ പോയിന്റിന് ശേഷം ഇവിടെ ഒരു ഒറ്റ വാല്യൂ അല്ലേ ഉള്ളൂ, ഒരു ഒറ്റ നമ്പറല്ലേ ഉള്ളൂ ഈ പോയിന്റിന് ശേഷം. അപ്പോൾ ഇവിടെയും ഒരു വാല്യൂവിൻ്റെ പുറത്ത് പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ 4.2 എന്ന് കിട്ടി. പിന്നെ ഇവിടെ അതേപോലെ തന്നെ 0.7, 0.7 എന്താ? 0.7 എന്ന് പറയുന്നത് 0.49 ആണ്. ഓക്കെ, അതെങ്ങനെ മനസ്സിലായില്ലേ? പറഞ്ഞുതരാം. 0.7 × 0.7 ഇതിന് ആൻസർ കാണണമെങ്കിൽ അതെന്ത് ചെയ്യേണ്ടതെന്ന് അറിയാം? ഈ 7 ഉണ്ടല്ലോ, ഈ 7 എന്ന് പറഞ്ഞാൽ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക. 7 × 7, 7 × 7 എത്ര? 49. പിന്നെന്താ? ഇവിടെ ഈ 0.7 ഇവിടെയും ഒരു 0.7 അല്ല. അപ്പം ഈ പോയിന്റിന് ശേഷം ഇവിടെ ഒരു വാല്യൂ ഉണ്ട്, ഇവിടെയും ഒരു വാല്യൂ ഉണ്ട്. അപ്പോൾ 2 വാല്യൂ ഉണ്ട്. അപ്പോൾ 2 വാല്യൂ,
അതായത് ഈ 9ൻ്റെയും 4ഉം രണ്ട് വാല്യൂവിന് ശേഷം പോയിന്റ് ഇട്ട് കൊടുക്കുക. ഓക്കെ, അതായത് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ 0.7 0.7 മൾട്ടിപ്ലൈ ആണെങ്കിൽ ആദ്യം 7 × 7 മൾട്ടിപ്ലൈ ചെയ്ത് 49 എന്ന് എഴുതുക. അതിനുശേഷം ഈ പോയിന്റിന് ശേഷം ഒരു വാല്യൂ ഉണ്ട് ഈ നമ്പറിൽ, ഇവിടെയും പോയിന്റിന് ശേഷം ഒരു വാല്യൂ ഉണ്ട്. അപ്പോൾ രണ്ട് വാല്യൂ ഉണ്ട്. അപ്പോൾ ഈ രണ്ട് വാല്യൂ ഇവിടെ 9ഉം 4ഉം രണ്ട് വാല്യൂവിൻ്റെ പുറത്ത് പോയിന്റ് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി 9 + 4.2 + 0.49 ആഡ് ചെയ്താൽ എത്ര കിട്ടുക നിങ്ങൾ കാൽക്കുലേറ്റ് അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ 9 നമുക്ക് എങ്ങനെ എഴുതാം? 9 എന്ന് എഴുതാം, രണ്ട് 0 ഇട്ട് കൊടുക്കുക. അത് 9 തന്നെയാണ്. ഇങ്ങനെ 9.00 എന്ന് എഴുതി കഴിഞ്ഞാൽ 9 തന്നെയാണ്. പിന്നെ എന്ത് ചെയ്യണം? അടുത്ത വില എത്ര? 4.2. അപ്പോൾ ഈ 4 എന്ന് പറയുന്നത് ഡെസിമൽ ആ പോയിന്റിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ്. ലെഫ്റ്റ് സൈഡ് ഇവിടെ അതേപോലെ ഇട്ട് കൊടുക്കുക. പിന്നെ 2 പോയിന്റിൻ്റെ 2. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, രണ്ട് പോയിന്റിൻ്റെ പുറത്താണ് 2 ഇട്ട് കൊടുത്ത്, ഇവിടെ പോയിന്റിന് ശേഷം 0 ഈ 9 പകരം 9.0 മനസ്സിലാവാൻ വേണ്ടിയിട്ട് അങ്ങനെ എഴുതിയെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ 4. ഒരു സെക്കൻഡ് ഞാൻ അത് മായ്ക്കാം. 9.00 ഇവിടെ ഇപ്പോൾ 4.2 എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കുക. ഇത് സെയിം തന്നെയാണ്. 4.2 എന്ന് പറയുന്നത് 4.0. ഞാൻ നന്നായിട്ട് മനസ്സിലാവാൻ വേണ്ടി പറയാമെന്നുള്ളൂ. പിന്നെ ഇവിടെ ഈ 0.49 ഇല്ലേ, അത് 0.49. ഇപ്പം എല്ലാ പോയിന്റിൻ്റെ അപ്പുറത്തും അപ്പുറത്താക്കിയിട്ട് ഇട്ടു. എല്ലാം സെൻട്രൽ പോയിൻ്റായി. ആ പോയിന്റ് ഇവിടെ ഒരു 9 പോയിന്റ്, ഇവിടെ 4 പോയിന്റ്, ഇവിടെ 0 പോയിന്റ്, അങ്ങനെ പോയിന്റിൻ്റെ അപ്പുറത്തും ഇപ്പുറത്താക്കിയിട്ട് ഇനി ആഡ് ചെയ്യുക. ഇപ്പോൾ 0 0 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടി ആഡ് ചെയ്താൽ എത്ര? 9. 0 + 2 + 4 എന്ന് ആഡ് ചെയ്താൽ എത്ര? 6 എന്ന് കിട്ടും. എന്നിട്ട് പോയിന്റ്, ഇവിടെ പോയിന്റ് സെൻട്രൽ ഇട്ട് കൊടുക്കുക. പിന്നെ 9 + 4 എത്ര? 13. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര? 13.69 എന്ന് കിട്ടി. ഇത്രേ ഉള്ളൂ കാര്യം. ഓക്കെ, ഇത് സിമ്പിളാണ്. ഇതിൻ്റെ കുറച്ചും കൂടിയും കാര്യങ്ങൾ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ ഞാൻ അടുത്തൊരു പ്രോബ്ലം കൂടി നമുക്ക് ചെയ്തിട്ട് നിർത്താം. അതിന് മുമ്പ് ഞാനൊരു മൾട്ടിപ്ലിക്കേഷൻ ഇതെങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലാക്കി തരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 0.3 × 0.3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇത് എഴുതുക? ആദ്യം നമ്മൾ 3നെയും മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 3 എത്ര? 9. ഇനി ഇവിടെ എന്താ? ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൻ്റെ അപ്പുറത്ത് ഇവിടെ ഒരു വാല്യൂ 3 ഉണ്ട്, ഇവിടെ ഒരു വാല്യൂ 3 ഉണ്ട്. അപ്പോൾ രണ്ട് വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് വാല്യൂസ് കഴിഞ്ഞിട്ടാണ് പോയിന്റ് ഇടാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു വാല്യൂ ആണ്, ഇവിടെ ഒരു വാല്യൂ ആണ്. എന്നിട്ട് ഇവിടെ പോയിന്റ് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് വാല്യൂസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ എന്തിട്ട് കൊടുക്കണം? 0 ഇട്ട് കൊടുക്കണം. അപ്പോൾ 0.3 × 0.3 = 0.09. ഇവിടെ വേണമെങ്കിൽ 0 ഇട്ട് കൊടുക്കുക, കുഴപ്പമില്ല. 0.09 അതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി വേറൊരു വാല്യൂ കാണിച്ചു തരാം. 0.4 × 0.4 വന്നു കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും? ആദ്യം നമ്മൾ 4ഉം മൾട്ടിപ്ലൈ ചെയ്ത് എത്ര കിട്ടി? 4 × 4 16. അപ്പോൾ ഇവിടെ ഈ പോയിന്റിന് ശേഷം ഒരു വാല്യൂ. അപ്പോൾ ഇവിടെ രണ്ട് വാല്യൂസ് ഉണ്ട്. ഇവിടെ ഒരു പോയിന്റിന് ശേഷം ഇവിടെ ഒരു 4ഉം, ഇവിടെ ഒരു പോയിന്റിന് ശേഷം ഇവിടെ ഒരു 4ഉം. അപ്പോൾ രണ്ട് വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? 6 1 രണ്ട് വാല്യൂസായി. എന്നിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക. ഇവിടെ രണ്ട് വാല്യൂസ് വരുന്നുണ്ട്. ഈ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണ രണ്ട് വാല്യൂസ് തമ്മിലല്ല മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ രണ്ട് വാല്യൂസിലും പോയിന്റിന് ശേഷം ഇവിടെ ഒരു നമ്പർ ഉണ്ട്, ഇവിടെ ഒരു നമ്പർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ രണ്ട് വാല്യൂവിന് ശേഷം വേണം ഇവിടെ പോയിന്റ് ഇട്ട് കൊടുക്കാൻ. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത ഒരു പ്രോബ്ലം ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് മനസ്സിലാവും. അടുത്ത ക്വസ്റ്റ്യൻ 5.8 the whole square. ഈ ഒരു പ്രോബ്ലം ചെയ്യാം. ഇതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക? 5 + 0.8 the whole square എന്ന് എഴുതുക. ഇനി നമ്മുടെ നേരത്തെ ഫോർമുല എന്താ? a + b the whole square = a² + 2ab + b². അതെങ്ങനെ എഴുതാം? 5² + 2 × 5 × 0.8. മനസ്സിലായില്ലേ? 2ab 2 × a × b 2ab എന്ന് എഴുതി.
പ്ലസ് പിന്നെ ലാസ്റ്റ് 0.8 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇതെന്താ 5 × 5 എത്ര 25 പ്ലസ് 2 × 5 × 0.8 എന്താ 2 × 5 എന്താ 10 വരും. പിന്നെന്താ ഉള്ളത് 0.8 ആണുള്ളത്. 0.8 തൽക്കാലത്തേക്ക് എഴുതിയിടാം. പിന്നെ ഇനി 0.8 ഇത് ഹോൾ സ്ക്വയർ ആണല്ലോ, അതെങ്ങനെ ചെയ്യുക? 0.8 × 0.8 അങ്ങനെ ചെയ്യുക. ആദ്യം 8 × 8 ചെയ്യുക. 8 × 8 എത്ര 64. പിന്നെ ഈ പോയിന്റിന് ശേഷം രണ്ട് വാല്യൂ, ഇവിടെ ഒരു പോയിന്റ് ഇവിടെ ഒരു പോയിന്റ്, അതിന് ശേഷം ഇവിടെ ഒരു വാല്യൂ ഉണ്ട് 8 ഉണ്ട്, ഇവിടെ ഒരു വാല്യൂ ഉണ്ട്, ആ രണ്ട് വാല്യൂ ഉണ്ട്. അപ്പോൾ ഇവിടെ 64ൻ്റെ പുറത്ത് രണ്ട് വാല്യൂ കഴിഞ്ഞിട്ട് വേണം പോയിന്റ് ഇടാൻ. ലെഫ്റ്റിലോട്ട് രണ്ട് വാല്യൂ കഴിഞ്ഞിട്ട് വേണം ഇവിടെ പോയിന്റ് ഇട്ടാൻ. അപ്പോൾ 0.8 × 0.8 എന്ന് പറയുന്നത് 0.64 എന്ന് വരും. അപ്പോൾ നമുക്കതെന്തായി 0.64 എന്ന് എഴുതാം അവിടെ. 0.64 ഇനി ഈസ് ഈക്വൽ ടു എന്താ, അത് മായ്ക്കുന്നുണ്ട്. ഇനി 25 പ്ലസ് ഇവിടെ 10 × 0.8 ഉണ്ട്, അത് നമ്മൾ ചെയ്തില്ല. അപ്പോൾ 0.8ൻ്റെ ഇപ്പോൾ 0.8 × 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഒരു ഡെസിമൽ അങ്ങോട്ട് പോകും. അപ്പോൾ എന്താ വെറും 8 ആവും. അപ്പോൾ 0.3 × 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി ഒരു പോയിന്റ് അങ്ങോട്ട് പോകും. അപ്പോൾ എന്തായി 3 ആവും. 0.2 × 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി ഒരു പോയിന്റ് അങ്ങോട്ട് പോകും, അപ്പോൾ 2 ആവും. ഇനി ഇതേപോലെ വേറെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ 0.23 × 10 എന്ന് പറഞ്ഞാൽ എന്താ വരിക, ഇവിടെ ഉള്ള ഒരു പോയിന്റ് പുറത്തേക്ക് ചാവും, ഈ ഇങ്ങോട്ടാവും. ഓക്കെ, അത് അപ്പം എന്താവും 2.3 എന്നാവും. ഇനി അതേപോലെ 3.21 × 10 എന്ന് പറയുമ്പോൾ എത്ര ആവും 32.1 ആവും. ഈ പോയിന്റ് ഇപ്പുറത്തേക്ക് വരും ഒരു 10 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. ഇനി വേറൊന്ന് വാല്യൂ കാണിച്ചു തരാം. 23.45 × 100 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ എത്രയായി? ഇവിടെ രണ്ട് സീറോസ് ഉണ്ട്, അപ്പോൾ ഇവിടെ രണ്ട് വാല്യൂസിൻ്റെ പോയിന്റ്സ് നമ്മൾ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എത്രയായി 2, 3, 4, 5 എന്ന് തന്നെ ആയി. ഓക്കെ, ഈ പോയിന്റ് എടുത്തിട്ട് ഇവിടെ രണ്ട് വാല്യൂസ് ഉണ്ടല്ലോ, അപ്പോൾ രണ്ട് സീറോസ് ഉണ്ട്, അപ്പോൾ രണ്ട് വാല്യൂസിനെ ആ പോയിന്റ് അങ്ങോട്ട് പോകും. രണ്ട് വാല്യൂസിൻ്റെ ശേഷമായിരിക്കും പോയിന്റ്. അപ്പോൾ ഏകദേശം ഇവിടെ പോയിന്റ് വരും. അപ്പോൾ പോയിന്റ് ഇത് പറഞ്ഞാൽ എന്താ 2, 3, 4, 5 തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എടുക്കണ കേസിലും നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ 10 × 0.8 എന്ന് പറയണില്ലേ, അപ്പോൾ അവിടെ ആ പോയിന്റ് ഇവിടെ 10ൽ ഒരു സീറോ ഉണ്ട്. അപ്പോൾ ഈ 8ൻ്റെ ഈ പോയിന്റ് 8ന് മുമ്പിലുള്ള പോയിന്റ് 8ൻ്റെ റൈറ്റിലോട്ട് വരും, ഇവിടേക്ക് വരും. അപ്പോൾ എന്താവും വെറും 8 ആയി മാറും. ഈ പോയിന്റ് ഇവിടുന്ന് പോകും, ഒരു 10 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. പിന്നെ 0.64 എന്ന് തന്നെ എഴുതും. അപ്പോൾ എത്ര ആൻസർ എത്ര കിട്ടി? 25 പ്ലസ് 8 എത്ര എല്ലാം കൂടിയും 33.64 എന്ന് വരും. ഓക്കെ, അത് ആഡ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. 25 എന്നിട്ടിട്ട് രണ്ട് സീറോ, ഇവിടെ ഒരു പോയിന്റ് ഇട്ടിട്ട് രണ്ട് സീറോ ഇട്ടു. പിന്നെ 8 ആണുള്ളത്, 8 കഴിഞ്ഞിട്ട് 0, 0 അത് കിട്ടും, അവിടെയും ഡെസിമൽ ഇല്ല. പിന്നെ ഉള്ളത് എന്താ 0.64 ഇവിടെ കണ്ട 0.64, ആ പോയിന്റ് ഇട്ടിട്ട് 64 എന്ന് എഴുതി. ഇത് എങ്ങനെ എഴുതണം മനസ്സിലായില്ലേ? പിന്നെ ഇത് ആഡ് ചെയ്യുക 0, 0 പ്ലസ് 4, 4 എന്ന് കിട്ടി, 0, 0 പ്ലസ് 6, 6 എന്ന് കിട്ടി. പിന്നെ ആ പോയിന്റ് ഇട്ട് കൊടുക്കുക. പിന്നെ 5ഉം 8ഉം എത്ര 13ന് 3 എഴുതി, ഒന്നിവിടെ കൊടുത്തു റിമൈൻഡർ. പിന്നെ എത്ര 2ഉം 1ഉം എത്ര 3, 33.64 കിട്ടും. ഇത്രേ ഉള്ളൂ ഈ പ്രോബ്ലം, കഴിഞ്ഞു. 33.64. ഇനി ഇതേപോലെയുള്ള ഒരുപാട് പ്രോബ്ലംസ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇനി അടുത്ത ഒരു പ്രോബ്ലം കൂടി ഞാൻ ചെയ്തിട്ട് ക്ലാസ് നമുക്ക് തൽക്കാലത്തേക്കായിട്ട് ബൈ പറയാം. അപ്പോൾ അവസാനം ചെയ്യണ 13.9² ഇതാണ് ചെയ്യണത്. അപ്പം ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. 13 + 0.9 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതി കൊടുക്കുക. അതിന് ശേഷം നമ്മളെ ഫോർമുല a + b the whole square = a² + 2ab + b². ഓക്കെ, അപ്പോൾ 13² +
2 into 13 into 0.9. എങ്ങനെ മനസ്സിലായില്ലേ? 2 into AB, 2 into 13 into 0.9, സോറി 0 ഇവിടെ 0.9 ആണ്, 0.9 പ്ലസ് 0.9 ബി സ്ക്വയർ, അതായത് 0.9 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അങ്ങനെ കിട്ടിയില്ലേ? ഇനി എത്ര? 13 സ്ക്വയർ എത്ര? 169 പ്ലസ് ഇവിടെ 2 into 13 into 0.9, 2 into 13 26 into 0.9 plus 0.9 the whole square. 0.9 whole square എന്താ? 0.9 whole square എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, 9 into 9 ചെയ്ത് കഴിഞ്ഞാൽ 81 ഫസ്റ്റ് എഴുതി. പിന്നെ പോയിന്റ് ഇവിടെ ഞാൻ വേറെ എഴുതി കാണിക്കാം. 0.9 ഇൻറ്റു 0.9 എന്നല്ലേ? അപ്പം എന്ത് കിട്ടും നമുക്ക്? 9 into 9 എത്ര? 81. പിന്നെ ഇവിടെ ഒരു വാല്യൂ, പോയിന്റിന് ശേഷം ഒരു വാല്യൂ, ഇവിടെയും പോയിന്റിന് ശേഷം ഒരു വാല്യൂ. അപ്പോൾ 2 പോയിന്റ് ഇപ്പുറത്ത് പോയിന്റ് ഇട്ട് കൊടുക്കണം, 2 വാല്യൂൻ്റെ ഇപ്പുറത്ത്. അതായത് 81 എന്ന് കിട്ടിയതിൻ്റെ ഇവിടെ പോയിന്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ 81 കിട്ടി. ഇപ്പോൾ 0.81 കിട്ടിയില്ല. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക. ഇവിടെ ഒരു മൾട്ടിപ്ലൈ ചെയ്യാനുണ്ട്, അതിങ്ങനെ ചെയ്യാം. 26 ഇൻറ്റു നമുക്ക് 9 ചെയ്യാം ആദ്യം 26, ഇവിടെ 0.26 ഇൻറ്റു 26 ഇൻറ്റു 0.9 ആണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? 26 ഇൻറ്റു 9 ചെയ്യാം. അതെത്ര കിട്ടും? കിട്ടിയില്ല, 234 കിട്ടി. ഇനി 234 അങ്ങനെ എഴുതാൻ പറ്റുമോ? ഇവിടെ 234 വന്ന്, ഇവിടെ ഒരു 169 ഉണ്ട്, പ്ലസ് 234 പ്ലസ് ഇവിടെ 0.81. ഇവിടെ ഈ 234 വെറുതെ എഴുതാൻ പറ്റില്ല, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റിന് ശേഷം ഒരു വാല്യൂ ഉണ്ട്. അപ്പോൾ ആ പോയിന്റിന് ശേഷം ഒരു വാല്യൂ ആണ്. അപ്പോൾ 23.4, പോയിന്റിന് ശേഷം ഒരു വാല്യൂ ഇവിടെയും വരണം. അപ്പോൾ 23.4. ഇതെല്ലാം കൂടി ആഡ് ചെയ്യണം. ആഡ് ചെയ്യണം എങ്ങനെ? നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, 169 എന്ന് എഴുതി പോയിന്റ് ഇട്ട് 00 എന്ന് എഴുതുക, എന്നിട്ട് 23.4 എന്ന് എഴുതിയിട്ട് വേണമെങ്കിൽ ഒരു 0 കൂടി അവിടെ ഇട്ട് കൊടുക്കുക, അവിടെ ഒന്നുമില്ലല്ലോ. അപ്പോൾ എല്ലാം പോയിന്റിൻ്റെ അപ്പുറത്ത് എഴുതിയിട്ട് എഴുതണം. സെൻറ്ററിൽ പോയിന്റ് ആയിരിക്കണം, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 81 ഇവിടെ വേണമെങ്കിൽ 2 0 ഇട്ട് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. ഇതാ ആൻസർ എത്ര? 193.21 എന്ന് വരും ആൻസർ. അത്രേ ഉള്ളൂ അതിൻ്റെ ആൻസർ, 193.21. ഇത് നോർമൽ സാധാരണ ആഡ് ചെയ്യണ പോലെ ആഡ് ചെയ്താൽ മതി. 0 + 0 + 1 എന്ന് വന്ന്, 0 4 + 8 12 വന്ന് 1 ഇവിടെ കൊടുത്തു, റിമൈൻഡർ വന്ന് 10 13 ആയി, 13 1 ഇവിടെ കൊടുത്ത്, 7 + 2 9 എഴുതി, ഇവിടെ 1 എഴുതി, 193.21. അപ്പോൾ ഇത്രേ ഉള്ളൂ കാര്യം. ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളത് എല്ലാം ഒരുവിധപ്പെട്ട ചില പ്രോബ്ലംസ്, ചില നമ്പേഴ്സിൻ്റെ പ്രോബ്ലംസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി ടെക്സ്റ്റ് ബുക്കിൽ കുറേ പ്രോബ്ലംസ് ചെയ്യാനുണ്ട്, അത് നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക. കൂടുതൽ നമ്മൾ പ്രോബ്ലം ചെയ്താലേ നമുക്കത് എളുപ്പമാവുള്ളൂ, അല്ലെങ്കിൽ ഇത് ഭയങ്കര ടഫായിട്ട് മാറും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട്. പല പ്രോബ്ലം ചെയ്യണം, അപ്പോഴാണ് ചിലത് നിങ്ങൾക്ക് കിട്ടാത്തതൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ മതി. കമൻസിൽ എന്താ ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ ഞാൻ അതിന് ക്ലിയർ ആൻസർ ചെയ്യുക. പിന്നെ ഉള്ള ഒരു കാര്യം, നിങ്ങൾക്ക് ഇനി അടുത്തത് ഏതൊക്കെ ടോപ്പിക്കുകളാണ്, നിങ്ങൾ ഫിസിക്സിൽ വേണോ, കെമിസ്ട്രിയിൽ വേണോ, ബയോളജിയിൽ വേണോ, മാത്സിൽ തന്നെ വേണോ, ഏത് ടോപ്പിക്കാണ് വേണ്ടത്, ഏത് സബ്ജക്റ്റിൽ ഏത് ടോപ്പിക്കാണെന്ന് പറയാം, ഏത് ചാപ്റ്ററാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ അത് ചെയ്തുതരാം. ഓക്കെ, വീഡിയോ ചെയ്യാം. അപ്പോൾ തൽക്കാലത്തേക്ക് വീണ്ടും കാണുന്നത് വരെ ബൈ.